ഒരിക്കൽ ഒരു വലിയ മലനിരകൾക്കിടയിൽ ഒരു ചെറിയ നീരുറവ ജനിച്ചു. താനൊഴുകി വലിയൊരു കടലിൽ ചേരണമെന്നതായിരുന്നു ആ കുഞ്ഞുറവയുടെ സ്വപ്നം. അവൾ മനോഹരമായി പാട്ടുപാടി താഴേക്കൊഴുകാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ വഴിയിൽ ഒരു കൂറ്റൻ പാറക്കല്ല് തടസ്സമായി നിന്നു. പാറക്കല്ല് പരിഹാസത്തോടെ പറഞ്ഞു, ഹേയ് കുഞ്ഞുറവേ, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? എന്റെ ഈ കഠിനമായ ശരീരത്തെ തകർക്കാൻ നിനക്ക് കഴിയില്ല. നിനക്ക് ഇവിടെ നിന്നുതന്നെ മടങ്ങാം. കുഞ്ഞുറവ ഒട്ടും ഭയന്നില്ല. അവൾ ആ പാറയെ തള്ളിമാറ്റാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അവൾ നിരാശയായില്ല. അവൾ പതുക്കെ ആ പാറയുടെ വശങ്ങളിലൂടെ വഴി കണ്ടെത്തി ഒഴുകാൻ തുടങ്ങി. ഓരോ നിമിഷവും അവൾ പാറയെ സ്പർശിച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ആ പാറക്കല്ല് അവിടെത്തന്നെ നിന്നു. പക്ഷേ നിരന്തരമായി ആ കുഞ്ഞുറവയുടെ സ്പർശനമേറ്റ് ആ കഠിനമായ പാറയിൽ പതുക്കെ ഒരു വിള്ളൽ വീണു. ആ ചെറിയ വിള്ളൽ വലുതായി. ഒടുവിൽ ആ കൂറ്റൻ പാറ പകുതിയായി പിളർന്നുമാറി. കുഞ്ഞുറവ ഇപ്പോൾ ഒരു വലിയ പുഴയായി മാറിക്കഴിഞ്ഞിരുന്നു. അവൾ ആ പാറയുടെ മുകളിലൂടെ ആവേശത്തോടെ ഒഴുകി. പാറ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും വലിയ ശക്തി നേടിയത്? നീ എന്നേക്കാൾ എത്രയോ ദുർബലമായിരുന്നല്ലോ. പുഴ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ശക്തി എന്റെ വലിപ്പത്തിലല്ലായിരുന്നു, മറിച്ച് എന്റെ സ്ഥിരോത്സാഹത്തിൽ ആയിരുന്നു. ഞാൻ ഒരിക്കലും നിർത്തിയില്ല. ഓരോ തടസ്സവും എന്നെ കൂടുതൽ കരുത്തുള്ളവളാക്കി മാറ്റി. ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ വലിയ പ്രതിസന്ധികൾ ഒരു പാറ പോലെ വന്നു നിന്നേക്കാം. നമ്മൾ ദുർബലരാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഒരേ ലക്ഷ്യത്തോടെ മടുപ്പില്ലാതെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ എത്ര വലിയ തടസ്സത്തെയും നമുക്ക് മറികടക്കാൻ കഴിയും. വേഗതയല്ല, മറിച്ച് നിർത്താതെയുള്ള യാത്രയാണ് വിജയത്തിലെത്തിക്കുന്നത്. പ്രാർത്ഥന എന്നത് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് ആകെ അസ്വസ്ഥമായി ക്ഷീണിച്ചിരിക്കുന്ന മനസ്സിന് ഒരൽപ്പമെങ്കിലും വിശ്രമവും ഉണർവും നൽകുന്നതാണ് പ്രാർത്ഥന. നിങ്ങൾ ഏതു മതത്തിൽപ്പെട്ടയാളുമാകട്ടെ, ഏതു ദൈവത്തിൽ വിശ്വസിക്കുന്നയാളുമാകട്ടെ, എല്ലാ ദിവസവും മറ്റെല്ലാ ചിന്തകളും പ്രശ്നങ്ങളുമൊക്കെ മാറ്റിവച്ച് ഒരു മണിക്കൂറെങ്കിലും മനസ്സിനെ ഏകാഗ്രമാക്കി പ്രാർത്ഥനയിൽ മുഴുകി നോക്കൂ. നിങ്ങളുടെ മനസ്സിന് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിനും പുതിയൊരുണർവും ചൈതന്യവുമുണ്ടാകും. നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളിൽപ്പെട്ട് ദുഃഖിക്കുന്നവരായാലും നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവുമുണ്ടാകും. മാത്രമല്ല, നിങ്ങളുടെ മനസ്സിന്റെ ശാന്തതയും സമചിത്തതയും നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രകടമാവുകയും ചെയ്യും. നിങ്ങളുടെ ചിന്തകൾ അർത്ഥവത്തുള്ളതാകും. കലുഷിതമായ മനസ്സിന്റെ ഭാരം കുറഞ്ഞുകിട്ടും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ സമാധാനത്തിന്റെ ഒരു വെളിച്ചമുണ്ടാകും. ജീവിതത്തിലെ ഓരോ ദിവസവും നിങ്ങൾ ഉണരുന്നതു മുതൽ ഉറങ്ങുന്നതുവരെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് ഒരു വിശ്രമം ആഗ്രഹിക്കുന്നുണ്ട്. അത് ലഭിക്കാതെ വന്നാൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകും. അതിന്റെ ഫലമായി നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനവും അവതാളത്തിലാകുന്നു. മനസ്സിന്റെയും ശരീരത്തിന്റെയും പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ രോഗങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു. അതിനാൽ നിങ്ങളുടെ ശരീരം വിശ്രമം ആഗ്രഹിക്കുന്നതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സും വിശ്രമം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും ഏകാഗ്രതയോടെ പ്രാർത്ഥനയിൽ മുഴുകാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ജീവിതം മനോഹരമാകും. ഇനി ഒരുപക്ഷേ നിങ്ങൾ ഒരു മതത്തിലും ദൈവത്തിലുമൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾക്കിഷ്ടമുള്ള സംഗീതം കണ്ണടച്ചിരുന്ന് കേട്ടുനോക്കൂ. ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയട്ടെ. ഒരിക്കൽ വളരെ സമ്പന്നനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലോകത്തിലെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും സ്വന്തമായിരുന്നു. രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടത് അത്യപൂർവമായി പാട്ടുപാടുന്ന ഒരു ചെറിയ പക്ഷിയെയായിരുന്നു. ആ പക്ഷിയെ പാർപ്പിക്കാനായി രാജാവ് വിലകൂടിയ രത്നങ്ങളും വജ്രങ്ങളും പതിപ്പിച്ച ഒരു സ്വർണ്ണക്കൂട് പണിതു. രാജാവ് ആ പക്ഷിക്ക് കഴിക്കാൻ വെള്ളിക്കിണ്ണത്തിൽ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ നൽകി. എന്നിട്ടും ആ പക്ഷി പാട്ടുപാടുന്നത് നിർത്തി. അത് ആ സ്വർണ്ണക്കൂടിനുള്ളിൽ തലതാഴ്ത്തി സങ്കടത്തോടെയിരുന്നു. രാജാവ് വിഷമത്തിലായി. അദ്ദേഹം രാജ്യത്തെ ഏറ്റവും വലിയ ജ്ഞാനിയെ വിളിച്ചുവരുത്തി. ജ്ഞാനി പക്ഷിയെ നോക്കിയ ശേഷം ആ കൂടിന്റെ വാതിൽ പതുക്കെ തുറന്നിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പക്ഷി കൂടിനു പുറത്തേക്ക് പറന്നു. അത് അടുത്തുള്ള ഒരു സാധാരണ മരക്കൊമ്പിൽ പോയിരുന്നു. എന്നിട്ട് തന്റെ മനോഹരമായ ശബ്ദത്തിൽ പാടാൻ തുടങ്ങി. രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, എന്റെ സ്വർണ്ണക്കൂട്ടിലില്ലാത്ത എന്ത് സുഖമാണ് ആ ഉണങ്ങിയ മരക്കൊമ്പിൽ ആ പക്ഷിക്ക് ലഭിക്കുന്നത്? ജ്ഞാനി ശാന്തമായി പറഞ്ഞു, രാജാവേ, സ്വർണ്ണക്കൂട് എത്ര വിലപിടിപ്പുള്ളതായാലും അതൊരു തടവറ തന്നെയാണ്. സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അത് ലഭിക്കാത്ത ഒരിടത്തും സന്തോഷമുണ്ടാകില്ല. പണവും സൗകര്യങ്ങളും കൊണ്ട് നമുക്ക് സുഖങ്ങൾ വാങ്ങാൻ കഴിഞ്ഞേക്കും. പക്ഷേ സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും നമ്മുടെ ഉള്ളിലെ സംതൃപ്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതാണ് ഏറ്റവും വലിയ മാനുഷിക മൂല്യം. ഒരിക്കൽ വളരെ വലിയൊരു പണ്ഡിതൻ ഒരു വൃദ്ധനായ സന്യാസിയെ കാണാൻ ചെന്നു.
താൻ ലോകത്തിലെ എല്ലാ ശാസ്ത്രങ്ങളും പുസ്തകങ്ങളും പഠിച്ചു കഴിഞ്ഞുവെന്നും ഇനി തനിക്ക് സമാധാനം കണ്ടെത്താനുള്ള വഴി പറഞ്ഞുതരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സന്യാസി പണ്ഡിതനെ സ്വാഗതം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തോടിരിക്കാൻ പറഞ്ഞ ശേഷം ഒരു ചായക്കോപ്പയും ഒരു ചായപാത്രവും എടുത്തു. സന്യാസി ആ കോപ്പയിലേക്ക് ചായ ഒഴിക്കാൻ തുടങ്ങി. കോപ്പ നിറഞ്ഞു കവിഞ്ഞു. പക്ഷേ സന്യാസി ചായ ഒഴിക്കുന്നത് നിർത്തുന്നില്ലായിരുന്നു. ചായ മേശപ്പുറത്തേക്കും താഴേക്കും ഒഴുകാൻ തുടങ്ങി. ഇതുകണ്ട പണ്ഡിതൻ പരിഭ്രമിച്ചുപോയി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, "നിൽക്കൂ ഗുരോ, നിർത്തൂ. ആ പാത്രം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇനി അതിലേക്ക് ഒരു തുള്ളി പോലും ഒഴിക്കാൻ കഴിയില്ല." അപ്പോൾ സന്യാസി ചായപാത്രം താഴെവെച്ചു. എന്നിട്ട് ശാന്തമായി പണ്ഡിതന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, "മകനേ, നീ ഈ ചായക്കോപ്പയെപ്പോലെയാണ്. നിന്റെ മനസ്സ് നിന്റെ അറിവുകളെക്കുറിച്ചുള്ള അഹങ്കാരം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു. നിറഞ്ഞ ഒരു പാത്രത്തിലേക്ക് എങ്ങനെയാണ് എനിക്ക് പുതിയൊന്ന് ഒഴിക്കാൻ കഴിയുക? നിനക്ക് പുതിയൊരു അറിവ് ലഭിക്കണമെങ്കിൽ ആദ്യം നിന്റെ പാത്രം ശൂന്യമാക്കണം. താൻ ഒന്നും അറിയാത്തവനാണെന്ന ബോധം വന്നാൽ മാത്രമേ നിനക്ക് സമാധാനത്തിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞുതരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയൂ. എല്ലാം എനിക്കറിയാം എന്ന ഭാവം പുത്തൻ അറിവുകൾക്കും വളർച്ചയ്ക്കും തടസ്സമാണ്. ഒരു പഠിതാവിന്റെ മനസ്സോടെ ലോകത്തെ കാണുക. നാം എത്ര പഠിച്ചാലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ടെന്ന് തിരിച്ചറിയുക. വിനയത്തോടെയുള്ള ശൂന്യതയിലാണ് യഥാർത്ഥ ജ്ഞാനം വന്നു നിറയുന്നത്." ഒരിക്കൽ ഒരു കഠിനാധ്വാനിയായ കല്ലുചെത്തുകാരനുണ്ടായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പാറകൾ വെട്ടിപ്പൊളിക്കുന്നതിനിടയിൽ അദ്ദേഹം ആലോചിച്ചു, "എന്റെ ജീവിതം എത്ര കഷ്ടമാണ്. എനിക്കൊരു രാജാവാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു." പെട്ടെന്ന് ഒരത്ഭുതം പോലെ അദ്ദേഹം ഒരു രാജാവായി മാറി. പല്ലക്കിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം സൂര്യനെ കണ്ടു. സൂര്യന്റെ ചൂടിൽ താൻ വല്ലാതെ തളരുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം കരുതി, "രാജാവിനേക്കാൾ കരുത്തൻ സൂര്യനാണല്ലോ. എനിക്ക് സൂര്യനാകണം." അദ്ദേഹം സൂര്യനായി മാറി. അല്പം കഴിഞ്ഞ് ഒരു വലിയ മേഘം വന്ന് സൂര്യനെ മറച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, "സൂര്യനേക്കാൾ വലിയവൻ മേഘമാണല്ലോ. എനിക്ക് മേഘമാകണം." അദ്ദേഹം മേഘമായി മാറി. മഴയായി പെയ്തു. പക്ഷേ തന്റെ മഴവെള്ളം കൊണ്ട് ഒരു വലിയ പാറയെ അനക്കാൻ പോലും കഴിയില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം കരുതി, "ഈ ലോകത്തിലെ ഏറ്റവും കരുത്തൻ ആ പാറയാണ്. എനിക്ക് പാറയാകണം." അദ്ദേഹം ഉറച്ച ഒരു പാറയായി മാറി. അദ്ദേഹം സന്തോഷിച്ചു. പക്ഷേ പെട്ടെന്ന് തന്റെ ശരീരത്തിൽ ആരോ ഒന്ന് ആഞ്ഞു തറയ്ക്കുന്നത് അദ്ദേഹം അറിഞ്ഞു. താഴേക്ക് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ ഒരു ഉളിയും ചുറ്റികയും കൊണ്ട് ആ പാറയെ വെട്ടിമുറിക്കുന്നു. അദ്ദേഹം നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു, ആ പാറയേക്കാളും മേഘത്തേക്കാളും സൂര്യനേക്കാളും കരുത്തൻ ആ പാറയെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം വീണ്ടും ആ പഴയ കല്ലുചെത്തുകാരനാകാൻ ആഗ്രഹിച്ചു. അന്നുമുതൽ അദ്ദേഹം തന്റെ ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തനായി. നാം മറ്റൊരാളായി മാറാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കുള്ളിലെ വലിയ കഴിവുകളെ നാം മറന്നുപോകുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളായിരിക്കുക എന്നതാണ്. നമ്മുടെ ജോലി എന്തുതന്നെയായാലും അത് പൂർണ്ണ മനസ്സോടെ ചെയ്യുമ്പോഴാണ് നാം ലോകത്തിലെ ഏറ്റവും കരുത്തരായ മനുഷ്യരാകുന്നത്. അന്യന്റെ പച്ചപ്പിനേക്കാൾ നിന്റെ നിഴലിനെ സ്നേഹിക്കുക. ഒരിക്കൽ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് സങ്കടത്തോടെ ചോദിച്ചു, "ഗുരോ, എന്റെ ജീവിതം എപ്പോഴും ഇരുട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രം. എനിക്ക് എങ്ങനെ ആ വെളിച്ചം കണ്ടെത്താൻ കഴിയും?" ഗുരു പതുക്കെയൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ആ ശിഷ്യനെ ഒരു വിളക്കിനു മുന്നിൽ കൊണ്ടുപോയി നിർത്തി. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, "മകനേ, നിന്റെ നിഴലിലേക്കൊന്നു നോക്കൂ." ശിഷ്യൻ തന്റെ കാൽക്കൽ വീണുകിടക്കുന്ന ആ നിഴലിലേക്ക് നോക്കി. അത് വളരെ കറുത്തതായിരുന്നു. അവൻ ആ നിഴലിനെ നോക്കി നിന്നപ്പോൾ അവന് ഭയവും സങ്കടവും തോന്നി. അപ്പോൾ ഗുരു അവനോട് പറഞ്ഞു, "ഇപ്പോൾ നീ ആ വെളിച്ചത്തിനു നേരെ തിരിഞ്ഞു നിൽക്കൂ." ശിഷ്യൻ പതുക്കെ തിരിഞ്ഞു. ആ വിളക്കിന്റെ പ്രകാശത്തിലേക്ക് നേരെ നോക്കി നിന്നു. അവൻ കണ്ടിരുന്ന ആ കറുത്ത നിഴൽ അവന്റെ പിന്നിലായി മാറി. ഇപ്പോൾ അവന്റെ കണ്ണുകളിൽ വെളിച്ചം മാത്രമേയുള്ളൂ. ഗുരു ശാന്തമായ സ്വരത്തിൽ അവനെ ഉപദേശിച്ചു, "മകനേ, ഇതുതന്നെയാണ് ജീവിതവും. നീ നിന്റെ പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കി നിന്നാൽ നിനക്ക് ഇരുട്ട് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ നീ നിന്റെ ഉള്ളിലെ പ്രതീക്ഷയിലേക്കും പരിഹാരങ്ങളിലേക്കും നോക്കിയാൽ ആ ഇരുട്ട് നിനക്ക് പിന്നിലായി മാറും. ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. പക്ഷേ നീ എങ്ങോട്ട് നോക്കുന്നു എന്നതാണ് നിന്റെ സമാധാനം തീരുമാനിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് നമ്മുടെ ജീവിതം. നെഗറ്റീവ് കാര്യങ്ങളിലും പരാജയങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ ലോകം മുഴുവൻ ഇരുളടഞ്ഞതായി തോന്നും. എന്നാൽ പ്രതിസന്ധികൾക്കിടയിലും ചെറിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം കണ്ടെത്താൻ ശ്രമിച്ചാൽ ആ പ്രശ്നങ്ങളെല്ലാം നിനക്ക് പിന്നിലായി മാറും. നിഴലുകളെ ഭയപ്പെടാതെ വെളിച്ചത്തിനു നേരെ തിരിഞ്ഞു നടക്കാൻ പഠിക്കുക.